ഹൈദരാബാദ് മുംബൈയുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ മുംബൈ കളി ജയിച്ചിരിക്കുകയാണ്. മുംബൈ കളിയിലേക്ക് തിരിച്ചെത്തി. ഹൈദരാബാദ് മുംബൈക്ക് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. ഈസി ആയിട്ടാണ് മുംബൈ ഇന്ന് കളി ജയിച്ചത്. അപ്പോൾ ഇന്നത്തെ ഹൈദരാബാദ് മുംബൈ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹൈദരാബാദാണ് ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. അഭിഷേകും ട്രേവിസ് ഹെഡും കൂടി മികച്ച ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഹൈദരാബാദിന് സമ്മാനിച്ചത്. എന്നാൽ പിന്നീട് വന്നവരെല്ലാം തന്നെ പെട്ടെന്ന് ഔട്ടായി മടങ്ങി. ഇത് ഹൈദരാബാദിന് തിരിച്ചടിയായിരുന്നു. ഇഷാൻ കിഷൻ വീണ്ടും ഫ്ലോപ്പായി. അങ്ങനെ ഹൈദരാബാദ് കഷ്ടിച്ച് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസാണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് മുംബൈ ഇന്ത്യൻസ് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. മുംബൈക്ക് നല്ല തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. രോഹിത് ശർമ്മ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അടിച്ചു കളിച്ചു. പുതിയൊരു രോഹിത്തിനെയാണ് നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടത്. 3 6 ആണ് രോഹിത് ഇന്ന് അടിച്ചു കൂട്ടിയത്. പക്ഷേ ആ ഒരു ഇന്നിംഗ്സിന് അധികം ആയുസുണ്ടായിരുന്നില്ല. രോഹിത്തിനെ പാറ്റ് കമിൻസ് പുറത്താക്കി. പിന്നീട് വന്നത് വിൽ ജാക്സ് ആയിരുന്നു. വിൽ ജാക്സും സൂര്യയും കൂടി മുംബൈ ടീമിനെ മുന്നോട്ട് നയിച്ചു. പിന്നീട് സൂര്യ ഔട്ടായി മടങ്ങി. എന്തായാലും ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ജയിച്ചിരിക്കുകയാണ്. ആ പഴയ മുംബൈ ടീമിനെയാണ് നമ്മളിന്ന് കളിക്കളത്തിൽ കണ്ടത്. ബൗളിങ്ങിലും ബാറ്റിങ്ങിലും മുംബൈ ടീം മികച്ച രീതിയിലാണ് കളിക്കുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈ ടീമിന് പ്ലേ ഓഫിലെത്താം. ഇനിയുള്ള ഓരോ മാച്ചും മുംബൈക്ക് നിർണായകമാണ്. ഇന്ന് മുംബൈ ടീമിൽ ഒരു ഒത്തൊരുവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രോഹിത് ശർമ്മ ഓപ്പണിംഗിൽ ഫോം ആയാൽ പിന്നെ മുംബൈ ടീമിനെ പേടിക്കാൻ ഒന്നും തന്നെയില്ല. രോഹിത്തിന് ഇന്ന് നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയതായിരുന്നു. പിന്നീട് രോഹിത് ശർമ്മ അത് കളഞ്ഞു വിളിച്ചു. എങ്കിലും മുംബൈ ടീം ഇപ്പോൾ സെറ്റാണ്. കുറച്ചും കൂടി ബാറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ IPL സ്റ്റാർട്ടിങ്ങിൽ ഹൈദരാബാദ് മികച്ച കളിയായിരുന്നു കാഴ്ചവെച്ചത്. എന്നാൽ ഇപ്പോൾ അവർ പുറകോട്ട് പോവുകയാണ്. അഭിഷേകും ട്രേവിസ് ഹെഡും മാത്രമാണ് ഇന്ന് കളിച്ചത്. കുറച്ചു പേരെങ്കിലും കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് നല്ല സ്കോർ ഹൈദരാബാദിനെ നേടാമായിരുന്നു. വളരെ ലോ സ്കോറിംഗ് ആയിരുന്നു ഹൈദരാബാദിൻ്റെത്. എന്തായാലും മുംബൈ ഇന്ത്യൻസ് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.